വന്നു. അമ്മച്ചി എന്ന് പറഞ്ഞാൽ 60 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരാള്. ആ സ്ത്രീ ഇപ്പൊ വീട്ടിൽ കഞ്ഞി വെക്കുന്നില്ല, കറി വെക്കുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ ഒരു ആക്ഷേപം. പുള്ളിക്കാരി മിന്ത്ര പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് ഇറങ്ങി വരാൻ പാടുപെടുകയാണ്. അവരെന്നോട് തനിയെ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു, അച്ഛ എത്ര മനോഹരമായ ഉടുപ്പുകളും കുപ്പായങ്ങളും ഒക്കെ, അത് കണ്ടിട്ട് എങ്ങനെയാണ് ഇറങ്ങി വന്നേ എന്ന് ചോദിക്കും. പുള്ളിക്കാരിക്ക് അറിയാം വീട്ടിൽ അത്യാവശ്യം കഞ്ഞി വെക്കേണ്ടതും കറി വെക്കേണ്ടതൊക്കെ ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന്. എന്നാൽ പോലും അതിൽ നിന്ന് വിട്ടു വരാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദോഷമുള്ള സാധനമല്ല ഷോപ്പിംഗ് സൈറ്റ്. അതുപോലും ചിലർക്ക് അഡിക്ഷനിന് കാരണമാവുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. അപ്പോൾ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണുകളും അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ചില പരിധികൾ വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. കൊറിയൻ ക്രൈസ് ആണ് അടുത്തത്. കഴിഞ്ഞ ദിവസം വളരെ മേജറായിട്ടുള്ള ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഒരു കുട്ടി വന്നു. അത് ഇതുപോലെ ഈ കൊറിയൻ ബാൻഡുമായിട്ടുള്ള ബന്ധത്തിന് ഭയങ്കരമായ ഒരു സൈക്കോളജിക്കൽ അഡിക്ഷൻ അതുമായിട്ടുണ്ടായി. അതിനകത്ത് ഒരാളെ പ്രേമിക്കുന്നതായിട്ട് ആ കുട്ടിക്ക് തോന്നി. അങ്ങനെ പതുക്കെ പതുക്കെ ഒരു സൈക്യാട്രിക് സിംറ്റംസ് ആ കുട്ടി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രകടിപ്പിച്ച് അങ്ങനെയാണ് വരുന്നത്. ഈ കൊറിയൻ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഇത് ദോഷമല്ല, ഷോപ്പിംഗ് സൈറ്റിൽ കയറുന്ന എല്ലാവർക്കും ഇത് പ്രോബ്ലം അല്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, എല്ലാ മനുഷ്യരെയും പൊതുവായിട്ട് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ വളരെ വ്യത്യസ്തരായ ആളുകളാണ്, വളരെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അപ്പൊ നമുക്കിതൊക്കെ കാണുമ്പോൾ തമാശ കളിയാക്കാൻ തോന്നും, ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഈ മനുഷ്യന്റെ മനസ്സുകള് വളരെ വ്യത്യാസപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന